من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أهل الكتاب لم تكفرون بآيات الله والله شهيد على ما تعملون. قل يا أهل الكتاب لم تصدون عن سبيل الله من آمن تبغونها عوجا وأنتم شهداء وما الله بغافل عما تعملون. يا أيها الذين آمنوا إن تطيعوا فريقا من الذين أوتوا الكتاب يردوكم بعد إيمانكم كافرين وكيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله ومن يعتصم بالله فقد هدي إلى صراط مستقيم. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളുടെ സഹോദരന്മാരെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിഞ്ഞുമറിയാതെയും വന്നുപോയ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. സൂറത്ത് ആലി ഇംറാൻ 98 മുതൽ 101 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തു കേട്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തും റിസാലത്തുമായി ഉമ്മത്തിന്റെ ഇടയിൽ സജീവമായിരുന്നു. മദീനയിൽ എത്തിപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനായി വരുന്നുവെന്നും തങ്ങളുടെ ഗുണഗണങ്ങളെ സംബന്ധിച്ചും വിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ചും വേദഗ്രന്ഥങ്ങളിലൂടെയും മുൻകാല പ്രവാചകന്മാരിലൂടെയും ഒക്കെ മനസ്സിലാക്കിയിരുന്ന ജൂത നസാറാക്കൾ അഥവാ അഹ്ലി കിതാബികളായ ആളുകൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനിനെയും ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു കൽപ്പിച്ചു വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ. ഖുൽ യാ അഹ്ലൽ കിതാബി ലിമ തക്ഫുറൂന ബിആയാതില്ലാ. യേ അഹ്ലി കിതാബുകളെ, വേദത്തിന്റെ ഉടമകളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ വചനങ്ങളെ തള്ളിപ്പറയുന്നത്, നിങ്ങൾ ഏറ്റെടുക്കാത്തത്? വല്ലാഹു ഷഹീദുൻ അലാ മാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്ന, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അല്ലാഹു സാക്ഷിയാണ് കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ വചനങ്ങളെ അവഗണിക്കുന്നത് അല്ലെങ്കിൽ തള്ളിപ്പറയുന്നത്? എന്ത് കാരണം കൊണ്ടാണ്? വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിക്കുകയാണ്, ഖുൽ, ചോദിക്കു നബിയെ, യാ അഹ്ലൽ കിതാബ്, ഏ വേദത്തിന്റെ ഉടമകളെ, ലിമ തസുദ്ദൂന അൻ സബീലില്ലാ മൻ ആമന തബ്ഗൂനഹാ ഇവജൻ വ അൻതും ശുഹദാ. വിശ്വസിച്ചവരെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ എന്തിനാണ് തടയുന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരെ നിങ്ങൾ എന്തിനാണ് അവരെ തടയുന്നത്? അതാണ് നേർവഴി എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കെ നിങ്ങൾ അതിനെ വികലമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. തബ്ഗൂനഹാ ഇവജ,
അത് നേരായ വഴിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ കലിമയും അതിലുള്ള വിശ്വാസവും നേരായ വഴിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളതിന് സാക്ഷികളാണ്. എന്നിട്ടും ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളെ നിങ്ങൾ എന്തിനാ തടയുന്നത്? ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും അള്ളാഹു അശ്രദ്ധനല്ല, അള്ളാഹു ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവരോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ആ മുൻകാല പ്രവാചകന്മാരിലൂടെ, പ്രത്യേകിച്ച് ബനൂ ഇസ്രായേലിൽ വന്നിട്ടുള്ള പ്രവാചകന്മാരിലൂടെ, തൗറാത്തിലും ഇൻജീലിലുമൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്ത്യപ്രവാചകന്റെ വരവിനെ സംബന്ധിച്ചും അന്ത്യപ്രവാചകന്റെ പ്രബോധനത്തിനെ സംബന്ധിച്ചും വളരെ കൃത്യമായി അവർക്ക് വേദഗ്രന്ഥങ്ങളിലൂടെ വിവരം ലഭിച്ചതാണ്. അവരിലെ പണ്ഡിതന്മാർ അവരെ പഠിപ്പിച്ചു മനസ്സിലാക്കിയതുമാണ്. വേദം വായിക്കുന്നവരാണ് അവർ. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തുമായി വന്നപ്പോ, പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ എങ്ങനെ ഇവർക്ക് തള്ളിപ്പറയാൻ സാധിക്കുന്നു? രണ്ട് പ്രസക്തമായ ചോദ്യം. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുകയും ഖുർആനിൽ വിശ്വസിക്കുകയും അങ്ങനെ ഇസ്ലാമിക കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെ ഇവരെന്ത് ചെയ്യുക? പോയിട്ട് തടയുക. നിങ്ങളങ്ങനെ പോകാൻ പാടില്ല, അത് ശരിയല്ല, ഇത് പുത്തൻ വാദമാണ്, പുതിയതുമായിട്ട് വന്നിരിക്കുകയാണ് മുഹമ്മദ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് ആളുകളെ തടയുന്ന ഒരു സ്വഭാവം അന്ന് അവർക്കുണ്ടായിരുന്നു. അപ്പം അത് എന്തുകൊണ്ടാണ് നിങ്ങൾ തടയുന്നത്? നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടല്ലോ ഇത് നേരെ ചൊവ്വയുള്ള മതമാണ് എന്നും ഇത് യഥാർത്ഥ രീതിയാണ് എന്നും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ സാക്ഷിയായിരിക്കെ നിങ്ങൾ എന്തിനാണ് തടയുന്നത്? എന്നിട്ട് മുഅ്മിനീങ്ങളോടായിട്ട് അല്ലാഹുവിന്റെ കൽപ്പന വന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇൻ തുതീഉ ഫരീഖം മിനല്ലദീന ഊതുൽ കിതാബ, ഈ വേദഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്ന വേദത്തിന്റെ ഉടമകളായ ജൂത നസാറാക്കളിൽപ്പെട്ട ഒരു വിഭാഗത്തിന്, അഥവാ ഇപ്പോഴും അവിശ്വസിച്ച് തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ വിഭാഗത്തിന് ആരെങ്കിലും നിങ്ങൾ വഴിപ്പെട്ടു പോയി കഴിഞ്ഞാൽ, യറുദ്ദൂകും ബഅദ ഈമാനികും കാഫിരീൻ, നിങ്ങളിപ്പോ ഈമാൻ വിശ്വസിച്ചിട്ടുണ്ടല്ലോ, ആ വിശ്വാസത്തിൽ നിന്ന് സത്യനിഷേധത്തിലേക്ക്, അവിശ്വാസത്തിലേക്ക് അവർ നിങ്ങളെ മടക്കിക്കൊണ്ടുപോകും. ഇസ്ലാമിലേക്ക് വന്നവരോടുള്ള കൽപ്പനയാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇവരിൽപ്പെട്ട ആളുകളിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെ നിങ്ങൾ വഴിപ്പെട്ടു പോകുന്നുവെങ്കിൽ, അങ്ങനെ വഴിപ്പെട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ച് അവർ നിങ്ങളെ കുഫ്രിയത്തിലേക്ക് കൊണ്ടുപോകും. കുഫ്രിയത്തിലേക്ക് അവർ നിങ്ങളെ കൊണ്ടുപോകും. പക്ഷേ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? ഒന്ന്, കൈഫ തക്ഫുറൂന വ അൻതും തുത്ലാ അലൈക്കും ആയാത്തുല്ലാഹ്, അല്ലാഹുവിന്റെ വചനങ്ങളെ യഥോചിതം നിങ്ങളുടെ മേൽ ഓതി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കെ, വഫീക്കും റസൂലുഹു, അള്ളാഹുവിനെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന, റിസാലത്തിനെ പരിചയപ്പെടുത്തുന്ന പ്രവാചകൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കെ, അള്ളാഹുവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥത്തെ അഥവാ ഖുർആനിക വചനങ്ങളെ നിങ്ങളുടെ മേൽ ഓതി കേൾപ്പിച്ചുകൊണ്ടിരിക്കെ അതിനെ തള്ളിക്കളഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് കുഫ്രിയത്തിലേക്ക് പോകാൻ കഴിയുക? കുഫ്രിയത്തിലേക്ക് പോകാൻ കഴിയുക. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം, ആര് അള്ളാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിക്കുന്നുവോ തീർച്ചയായും അവൻ നേരെ ചൊവ്വയുള്ള വഴിയിൽ അവനെ നയിക്കപ്പെടുക തന്നെ ചെയ്യും, അവനെ ഹിദായത്ത് നൽകപ്പെടുക തന്നെ ചെയ്യും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സ്വഹാബത്തിനോട് ചോദിക്കുകയുണ്ടായി, അയ്യുൽ മുഅ്മിനീന അഅ്ജബു ഇലൈക്കും ഈമാനൻ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, ഉറങ്ങുന്നവരുടെ തലയുയർത്തിയിട്ട് കേൾക്കണേ. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? നമ്മുടെ കയ്യിലിരിക്കുന്ന ഈമാനിന്റെ വില എന്താണ് എന്ന് ഈ ഒരൊറ്റ ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം.
ഇമാം ബുഖാരി അലൈഹി റഹ്മ സഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ഒരു ടെസ്റ്റ്, ഒരു എക്സാം നടത്തുകയാണ്. എന്താണ് എക്സാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദ്യ രൂപേണയാണ് നടത്തിയത്. അയ്യുൽ മുഅ്മിനീന അഅ്ജബു ഇലൈക്കും ഈമാനാ, സഹാബാക്കളെ, നിങ്ങൾ എന്നിൽ വിശ്വസിച്ചവരാണല്ലോ, നിങ്ങൾ വഹി ഇറങ്ങുന്നത് കണ്ടവരാണ്, എന്റെ നാവിലൂടെ അള്ളാഹുവിന്റെ ആയാത്തുകൾ കേട്ടവരാണ്, എന്നെ നേരിട്ട് നിങ്ങൾ കണ്ടവരാണ്, അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചവരാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അയ്യുൽ മുഅ്മിനീന അഅ്ജബു ഇലൈക്കും ഈമാനാ, വിശ്വസിച്ചവരിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ, നിങ്ങളോട് ചോദിക്കുന്നു, അയ്യുൽ മുഅ്മിനീന അഅ്ജബു ഇലൈക്കും ഈമാനാ, വിശ്വസിച്ചവരിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ മുഅ്മിനീങ്ങൾ ആരാണ്? നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഈമാനിന്റെ വക്താക്കൾ ആരാണ്? സഹാബത്തിനോട് ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖാലു അൽ മലായിക. ഒരു മറുപടി പറഞ്ഞു, അവർ എന്താ മറുപടി പറഞ്ഞു? ഇത് മലക്കുകളാണെന്ന് പറഞ്ഞു സഹാബാക്കൾ. കാരണം അവരാണല്ലോ ഉയർന്ന ഈമാനിന്റെ അഹലുകാര്, മലക്കുകൾ. സുജൂദില്, റുകൂഇല്, അള്ളാഹുവിനെ തസ്ബീഹാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതില്, അള്ളാഹുവിന്റെ അർശിനെ ചുമന്നുകൊണ്ടിരിക്കുന്നതില്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായത് ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നവര്, അള്ളാഹുവിന്റെ കൽപ്പനകളെ കേൾക്കാൻ വേണ്ടി കാതുകൂർപ്പിച്ചു നിൽക്കുന്നവർ, അങ്ങനെയാണല്ലോ മലക്കൾ, അങ്ങനെ പടക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് മറുചോദ്യം ചോദിച്ചു, വകൈഫ ലാ യുഅ്മിനൂന അൽ-വഹ്യ യൻസിലു അലൈഹിം. അവരിലേക്ക് വഹി ഇറങ്ങുന്നതിനെ അവർ വിശ്വസിച്ചിട്ടില്ല. കാരണം അവർക്ക് വഹിയില്ല, അവരുടെ ഇടയിൽ റസൂലുമില്ല. മലക്കളുടെ റസൂലുമില്ല, പ്രബോധനത്തിന്റെ റസൂലില്ല, അള്ളാഹ് പരിചയപ്പെടുത്ത റസൂലില്ല. ഡയറക്റ്റ് കാര്യങ്ങൾ നടത്തുകയാണ്. അവരുടെ ഇടയിൽ വഹിയുമില്ല, വേദഗ്രന്ഥവുമില്ല. അപ്പൊ മലക്കൾക്ക് ഇത് രണ്ടുമില്ല, നിസാരത്വമില്ല, കിതാബുമില്ല. ഇത് രണ്ടും മലക്കളുടെ ഇടയിലില്ല. അങ്ങനെ വിശ്വസിച്ചവരാണ് അവർ. അപ്പൊ അതുകൊണ്ട് ആ വിശ്വാസവും എന്തല്ല, അത്ഭുതപ്പെടുത്തുന്ന വിശ്വാസമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റദ്ദ് ചെയ്തു. ഉടനെ സഹാബാക്കൾ മറുപടി പറഞ്ഞു, ഫനഹ്നു, അപ്പോൾ ഞങ്ങളാണ് നബിയെ, ഞങ്ങളാണ് ഖുർആൻ ഇറങ്ങുന്നത് കണ്ട് വിശ്വസിച്ചവർ. അങ്ങ് ഞങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രബോധനം നടത്തുന്നു, തബ്ലീഗ് നടത്തുന്നു, ഇതിനെ കണ്ട് മനസ്സിലാക്കി ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, വകൈഫ ലാ തുഅ്മിനൂന വഅന ബൈന അദ്ഹുരിക്കും, നിങ്ങൾക്ക് എങ്ങനെ എന്നിൽ കൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ കഴിയും? ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയല്ലേ, രാവിലും പകലിലും നടത്തത്തിലും ഇരുത്തത്തിലും നിങ്ങളുടെ കൂടെ ഞാൻ ഇരിക്കുകയല്ലേ, നിങ്ങളുടെ കൂടെ ഞാൻ നടക്കുകയല്ലേ, നിങ്ങളുടെ കൂടെ ഞാൻ കിടക്കുകയല്ലേ, നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ സഞ്ചരിക്കുകയല്ലേ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ എന്നിൽ വിശ്വസിക്കാതിരിക്കാൻ കഴിയും? അതുമല്ല എന്ന് പറഞ്ഞു. ഉടനെ സഹാബാക്കൾ ഒന്നടങ്കം ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് തെറ്റുപറ്റി, മറുപടി പറഞ്ഞത് ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഞങ്ങൾ ചോദിക്കുന്നു, ഈമാനിൽ ഏറ്റവും അത്ഭുതകരമായ ഈമാനിന്റെ ഉടമകൾ ആരാണ് നബിയെ എന്ന് തിരിച്ചു ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൗമുൻ, ഒരു ജനങ്ങളാണ്, യജീഊന മിൻ ബഅദികും, ഓ സഹാബ, നിങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ഖൗമാണ്, നിങ്ങൾക്ക് ശേഷം ഖിയാമത്ത് നാൾ വരെ വരുന്ന ഒരു ഖൗമാണ്. ലാ യജിദൂന സുഹ്ഫൻ, അവര് വേദഗ്രന്ഥം ഇറങ്ങുന്നത് കണ്ടിട്ടില്ല. മാത്രമല്ല പ്രബോധനത്തിന്റെ നടുവിൽ പ്രബോധനവുമായി നിൽക്കുന്ന റസൂലിനെയും അവർ കണ്ടിട്ടില്ല. അപ്പോ വേദഗ്രന്ഥത്തെ കാണാതെ, റസൂലിനെ കാണാതെ, വേദഗ്രന്ഥം അവതരിച്ചു എന്നും റസൂല് പ്രബോധനം ചെയ്തു എന്നും കേട്ടിട്ട് വിശ്വസിച്ച ആളുകളാണവർ. അവരുടെ ഈമാനാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ ഈമാൻ. പോയിന്റ് മനസ്സിലായോ? ആയില്ല, മനസ്സിലായില്ല. ആരാണ് മിനിങ്ങൾ? നമ്മളാണ്. നമ്മളല്ലാതെ റസൂലിനെ കണ്ടിട്ടില്ല, നമ്മൾ ഖുർആൻ ഇറങ്ങുന്നതും കണ്ടിട്ടില്ല. നമ്മൾക്ക് കിട്ടിയ അറിവ്, ആ അറിവ് അനുസരിച്ച് നമ്മൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ആ വിശ്വാസത്തിനെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. നമ്മളുടെ ഈമാനാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ ഈമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിച്ചു. നമ്മുടെ ഈമാനിന്റെ വില എത്രയാണ് മുഅ്മിനീങ്ങളെ?
നമ്മുടെ ഈമാനിന്റെ വില എത്രയാണ്? ഈ ഈമാനിനെയാണ് ഏതെങ്കിലുമൊക്കെ ഭൗതിക താല്പര്യങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ആ ഭൗതിക താല്പര്യങ്ങളുടെ പിന്നാലെ ഈ ഈമാനിനെ പണയപ്പെടുത്തിയിട്ട് നഷ്ടപ്പെടുത്തിയിട്ട് കളഞ്ഞു കുളിച്ചിട്ട് ആ ഭൗതിക താല്പര്യങ്ങളുടെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന നഅൂദുബില്ലാഹ് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമ്മളെപ്പോഴും അല്ലാഹു നമുക്ക് നൽകിയ ഹിദായത്തിന്റെ നിഅമത്ത്, ഹിദായത്താകുന്ന നിഅമത്ത്, ഈമാനാകുന്ന നിഅമത്തിന്റെ വില നമ്മളെപ്പോഴും മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഹദീസ് മതി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.